ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് കോട്ടക്കൽ എക്സ്പോ കാണാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും കുട്ടികളും എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ഇടവഴിയാണ് കേട്ടോ. ഇത് മൂത്തച്ഛൻ്റെ വീടാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വേറൊരു മൂത്തച്ഛൻ്റെ വീട്. അപ്പോൾ അവിടെയാണ് റോഡ്. അപ്പോൾ ഞങ്ങളത് ഓട്ടോ വന്ന് ഓട്ടോയിലൊക്കെ കയറി. അപ്പം ഞാനും കുട്ടികളും മൂത്തച്ഛൻ്റെ കുട്ടികളും പിന്നെ എൻ്റെ കുട്ടികളും അനിയത്തിൻ്റെ കുട്ടികളൊക്കെ എൻ്റെ കൂടെയാണ് കേട്ടോ വരുന്നത്. അപ്പം അനിയത്തിയും ഓളെ ഹസ്ബൻഡും കൂടിയിട്ട് വണ്ടിമേലാണ് വരുന്നത്, ബൈക്ക് മേലെ. കണ്ടില്ലേ, ചെറിയൊരാൾ കണ്ടില്ലേ ഒളിഞ്ഞ് നോക്കുന്നത്? അപ്പം അനിയത്തിൻ്റെ കുട്ടിയാണത്. അപ്പോൾ ഇഷമോളും നാജിയമോളും നാദിർമോനും മുനീർമോനും എല്ലാവരും ഉണ്ട് കേട്ടോ. അതവർ ഇരിക്കാൻ പറ്റണിയാന്ന് പറഞ്ഞിട്ട് കുറേ നേരം അടി കൂടിയിട്ടാണ്. എല്ലാവർക്കും സീറ്റ് കിട്ടണം ഇരിക്കാനായിട്ട്. ആ ചെറിയൊരു ഓട്ടോയിലല്ലേ നമ്മളെല്ലാവരുമായിട്ട് പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും ടൂറ് പോകണമൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ ഇങ്ങനെ 1000 രൂപ വെച്ചിട്ട് ടൂറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേടി കാരണം ഞാൻ പറഞ്ഞയച്ചിട്ടില്ല അവരെ. അപ്പോൾ ഞങ്ങളിത് അവിടെ ആശാമ്പടി കഴിഞ്ഞിട്ടാണ്, ആശാമ്പടി കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കുകയാണ്, എക്സ്പോ എന്നൊക്കെ പറഞ്ഞിട്ടേ, കോട്ടക്കൽ എക്സ്പോ. അപ്പോൾ ഇങ്ങനെ ഓരോരു വീഡിയോ കണ്ടാലും അവിടെ പോവാം ഇവിടെ പോവാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇട്ട് ശല്യം ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും നമുക്ക് പോവാന്ന്. പിന്നെ പോവാന്ന് ഇവരോടൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഇവരെ കൊണ്ട് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ ഇന്ന് അതേപോലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോവാന്നുള്ളൊരു വാക്ക് കൊടുത്തു പോയി. അപ്പോൾ അതാണ് രാവിലെ ഒരുങ്ങലൊടുങ്ങിയിട്ട് വൈകിട്ട് 5:30 വരെ ടൈം എടുത്തുന്നു. അപ്പോൾ അനിയനിങ്ങനെ പറയുന്നുണ്ട് ഞാനിനി ഇത്രയും നേരം വൈകിട്ട് കൊണ്ടുപോകില്ലാന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു അവനെ മൂപ്പിച്ച്, എടാ രാത്രി ആയാലാണ് നല്ല രസം അവിടെ പോകാണ്ടെങ്കിൽ കാണാനൊക്കെ ഭംഗി ഉണ്ടാവില്ലെന്ന്, വെറുതെ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ അത് അവിടെ എത്തിയിട്ട് കണ്ടില്ലേ കുട്ടികൾ വെള്ളച്ചാട്ടത്തിൻ്റെ മേലേക്ക് അവിടെയൊക്കെ കയറിയിട്ട് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളോട് ഞാനിങ്ങനെ പറയുന്നുണ്ട് അവിടെ പോയി നിൽക്കടി വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾക്ക് പേടി, അവിടെ ഡ്രസ്സ് നനയോ അങ്ങനെ എന്നൊക്കെ. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇത് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, വേറെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ കൊടുന്നിട്ട് പോലെ കളിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് മറ്റൊരു ഫാൻ്റൊക്കെ കഴിച്ച് വെച്ചിട്ട് വെള്ളത്തിലൊക്കെ പുഷപ്പ് ചെയ്യാണ്. അപ്പോൾ രാത്രിയാണ് നല്ല ഭംഗി കാണാൻ. അപ്പോൾ കാണാത്തവരുണ്ട് തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണണേ, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരുപാട് കളിക്കാനും എല്ലാത്തിനും എന്തൊരു ഭംഗിയാണ് ഇവിടെ കാണാൻ. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസിനും വീഡിയോ എടുക്കാനായിട്ട് നല്ല അടിപൊളി വൈബാണ് മക്കളെ. അപ്പോൾ കാണാത്തവരുണ്ട് എന്തായാലും വന്ന് കാണണേ. അപ്പം ഞങ്ങൾ എന്തായാലും ജീവിതത്തിൽ എന്താ പറയുക, വളരെ ഹാപ്പിയായി എന്നറിയാം, പറയാൻ വാക്കുകളില്ല കേട്ടോ. പൂവിനിങ്ങനെ കൊണ്ടുവന്നതുകൊണ്ട് എന്തായാലും കാണാനായി. അപ്പോൾ മോള് കണ്ടില്ല കയറിപ്പോണു, മുകളിൽ പോയി എന്നിട്ട് നേരെ ഓള് താഴത്തേക്ക് വരും. ലാസ്റ്റ് ഓള് വീണിട്ട് അവിടുന്ന് ഭയങ്കരമായിട്ട് വികൃതിയാണ് ഓൾക്ക് പക്ഷേ വീട്ടിൽ എല്ലാത്തിനും ഈ മുനിവർമോനും ഇഷക്കുട്ടി ഉണ്ടെങ്കിൽ വേറൊരാളെയും വേണ്ട അവിടെ. അത്രയ്ക്ക് രണ്ടാളും ഭയങ്കര വാശിയാണ് രണ്ടാൾക്കും. ഇത് കണ്ടില്ല എന്ത് ഭംഗിയാണ്. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, കുറേന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കാണാനായിട്ട്. അതേപോലെ കുട്ടികളായിട്ടൊക്കെ വന്നാൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും, നമുക്കും എൻജോയ് ചെയ്യാം, കുട്ടികൾക്കും എൻജോയ് ചെയ്യാം. ഇവരുടെ സന്തോഷം കണ്ടില്ലേ. ഇതിനു മുമ്പ് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ബീച്ച് ഉണ്ടായതുകൊണ്ട് അവർക്ക് അത്ര വലിയൊരു ഇത് വന്നിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, ബീച്ചും നമ്മുടെ അവിടെ അടുത്തുണ്ടെങ്കിലും നമ്മൾക്കത് എന്താ പറയില്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് അതുപോലെയാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഇങ്ങനെ കാണാത്തവർക്കല്ലേ അത് കാണുമ്പോൾ ഒരു ഭംഗിയും ഒരു ആസ്വാദനമൊക്കെ വരുള്ളൂ. പക്ഷെ നമുക്കെപ്പോഴും ഇങ്ങനെ അവിടെയൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ അത്ര വലിയൊരു ഇതുണ്ടാവില്ല. അപ്പോൾ കുഞ്ഞു അവനെ കണ്ടോ, ആളിത് കണ്ടിട്ട് അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ. അവർ കളിക്കുന്ന കണ്ടിട്ട്. അപ്പോൾ സൈക്കമോൾക്കും പൊന്നുമോൾക്കൊക്കെ പേടി, നാജിയമോൾക്കൊക്കെ പേടിയാണ് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. സൈക്കമോളോട് ഞാൻ അങ്ങനെ പറയുന്നുണ്ട് മോള് കയറിയിട്ട് കളിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾക്ക് പേടി. ഇഷക്കുട്ടി കണ്ടില്ല മേലെ നിന്ന് ഇനി വരണം നോക്കിക്കോ. ഓൾക്കും മുനിവർ മോനൊക്കെ നല്ല രസമാണ്.
കുട്ടികൾക്കും വലിയവരൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇട്ടത്. ഇത് ഫെബ്രുവരി 16 6 അങ്ങനെ എന്തോ ഉള്ളൂ എന്നെന്ത് പറയണേ കേട്ട്. അവിടെ നിന്ന് കേട്ടില്ല കേട്ടോ, നമ്മളിവിടെ കുട്ടികളെങ്ങനെ പറയണ കേട്ടാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് എൻജോയ് ചെയ്യുക. സൂപ്പർ വൈബാണ് മക്കളെ. അവൾ കിടക്കണുണ്ടല്ലേ വെള്ളത്തിൽ. അപ്പോൾ ഗായ്സ്, ഇതാ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അത് കണ്ടില്ലേ, എന്താ അടിപൊളി വൈബാണ്. അപ്പോൾ ഇനിയും ഞങ്ങൾ പോകാൻ നേരമൊക്കെ കുട്ടികളിങ്ങനെ പറയാണ്, ഇവിടെ തന്നെ ഒരു പ്രാവശ്യം കൂടി വരണം നമുക്കെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളിവിടെ നിന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കാനായിട്ട്. അത് കണ്ടില്ലേ, മിഠായി നല്ല ഒരുപാട് നമ്മളെ പഴയകാല ഓർമ്മകളൊക്കെ തിരിച്ച് കിട്ടുന്ന പോലെ. അപ്പോൾ പഴയ കാലങ്ങളിൽ നമ്മൾക്ക് കഴിച്ച മിഠായിയാണ് ഇട്ടത്. ഒരുപാട് ഐറ്റംസ് ഇട്ടാ കണ്ടില്ലേ, പഴയകാല മിഠായി, മാല, വള, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, കളിക്കണതൊക്കെ ഉണ്ട്. വള, മാല, അങ്ങനെ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വണ്ടികൾ കണ്ടില്ലേ. അപ്പം ഞങ്ങളിവിടെയൊക്കെ ഇങ്ങനെ പോയി നോക്കണുണ്ട് കേട്ടോ എന്തിന്. പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അവിടെ നിന്നൊന്നും കുട്ടികൾക്കൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച്. ഞങ്ങൾ ഒരുപാട് നേരം വൈകിട്ടോ അവിടെ ഇങ്ങനെ നോക്കി നിന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് ഒരുപാട് നേരം വൈകിട്ടോ. അപ്പോൾ ആ നേരെ ആയതുകൊണ്ട് തന്നെ കുറേ ആളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ രാത്രി ആയാൽ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ. നമ്മൾ ഉച്ചക്കൊക്കെ പോകുന്ന നേരം കൊണ്ട് ഇങ്ങനെ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ
ഇവിടെയൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് കുട്ടികളെ വണ്ടിയിലൊക്കെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇതിലൊന്നും